ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ ബാക്കിയാട്ടോ ഇത്. ഞങ്ങൾ വന്നിട്ട് പുതിയൊരു വഴി ഉണ്ടാക്കി കയറാനുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ നേരെ പോയാൽ മതി, പക്ഷെ എന്നാലും ഞങ്ങൾ ഇതിലൂടെ വളഞ്ഞ് മേളിലേക്ക് കയറാനുള്ളൊരു പരിപാടിയാണ്. അപ്പം ചുമ്മാ ഒരു രസം തോന്നി മേളിലേക്ക് കയറി പോകാൻ തോന്നുന്നത്. കാരണം നല്ല മഴയും ഇടിയും ഉള്ളതുകൊണ്ട് ഏറ്റവും മേളിൽ ചെന്ന് നന്നായിട്ട് ഇടി വെട്ടും എന്നുള്ളത് കൊണ്ടും അങ്ങോട്ട് കയറാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറണേ കേട്ടോ. മേളിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ മേളിലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വഴി ഉള്ളതല്ല, നമ്മൾ വഴി ഇല്ലാണ്ടായിട്ട് എടുത്ത വണ്ടി ഉണ്ടാക്കി കയറി പോണതാണ്. പക്ഷേങ്കിൽ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളല്ലാണ്ട് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ഒരു കയറ്റവും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴേക്കും അതൊന്നും കാണാനില്ല കേട്ടോ. പിന്നെയും കണ്ട പാറയുടെയും കല്ലിൻ്റെയും മേളിൽ കൂടെ കയറി ഇറങ്ങി നടക്കുക, അതൊക്കെ ഒരു രസമാണ് കേട്ടോ. മാക്സിമം എല്ലായിടത്തും തന്നെ മിക്കയിടത്ത് പോകുമ്പോഴും അതെ, നമ്മൾ ഇത് കൂട്ട് സ്ഥലങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ നോക്കും. പക്ഷേ കുറച്ചുകൂടി മേളിലേക്ക് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ഇടി വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് മിന്നലടിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ ഓഫ് റോഡിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവർ ഈ മലയുടെ മേളിൽ ചെല്ലുമ്പം ഇടിമിന്നൽ ശരിക്കും പറഞ്ഞൊരു ശത്രുവാണ്. അത് നല്ല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം കണ്ടില്ലേ, ബാക്കി കണ്ടു മൊത്തം മഴക്കാറ് മൂടി നിൽക്കുവാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ, നമ്മുടെ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകാണ്ട് ആ ഒരു ചെരുവിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങി നൈസായിട്ട് ഇനി തിരിച്ചു പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നോക്കുവാണ്. ഞാനിപ്പോൾ അധികം സംസാരിക്കുന്നില്ല, കാരണം ആ വണ്ടിയും വണ്ടിയുടെ സൗണ്ടും പിന്നെ ആ ഒരു വൈബുണ്ടല്ലോ, അത് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തോണ്ട കേട്ടോ. വാന്നേ, നേരെ വന്നോ ഇങ്ങോട്ട് നേരോ. പോരട്ടെ വാ പോരട്ടെ പോന്നോട്ടെ, കുഴപ്പമില്ല, പോരട്ടെ വാ. ഇനി ലെഫ്റ്റ് അടിച്ചോ, ലെഫ്റ്റ് അല്ല റൈറ്റ് അടിച്ചോ, റൈറ്റ് വാ. ചാടിക്കോട്ടറാ പോയി പോരട്ടെ. ഇനിയൊന്ന് പോരട്ടെ അങ്ങനെ വാ. പോട്ടെ. അവിടെ സ്റ്റോപ്പ് ചെയ്തോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നിൽ നിന്ന് വഴി കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം വഴികൾ ഇഷ്ടം പോലെയാണ്. കാരണം പറമ്പ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുമല്ലോ, കല്ലിന് കല്ല്, മലയ്ക്ക് മല, പുല്ലിന് പുല്ല് എല്ലാം ഉണ്ട്. ഇഷ്ടമുള്ളിടത്തോടെ കയറാം. പിന്നെ കയറുമ്പം അത് സേഫ് ആണോ എന്നുള്ളത് പുറത്ത് വെക്കണവർ പറഞ്ഞു കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അതെ നമ്മുടെ സുജിൻ ബ്രോയും കയറി വരുന്നുണ്ട്. പിന്നെ അവർക്കിതൊന്നും ടാസ്ക് അല്ല ശരിക്കും പറഞ്ഞാൽ. റുബിക്കോണും കാര്യങ്ങളൊക്കെ കയറി പോകുന്നതിൻ്റെ അമേരിക്കൻസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണണം എൻ്റെ അപ്പോൻ്റെ ആവി. അത് മാരക സാധനമാണ്. അതേപോലെ ഒന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മളതിലേക്ക് എത്തും. പക്ഷെ ഇവിടെ അതിനുള്ള പറ്റിയ സ്പോട്ടും പ്ലേസൊന്നും കിട്ടാനില്ല, അതാണ് വേറൊരു കുഴപ്പം. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ അവരെയും പതുക്കെ കയറ്റും കേട്ടോ.
അതിലൂടെ ഇറക്കിക്കുവാണെങ്കിലോ? അതിലൂടെ ഇറക്കണ്ട, നേരെ പോട്ടെ. ആ 2 മരത്തിന്റെ ഇടയിൽ കൂടെ പോക്കോ. അടുത്ത് നമ്മുടെ ഫോർച്യൂണറിന്റെ ഉഴവായിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ, ഇപ്പം ഞാൻ കാണുമ്പോൾ നമ്മൾ അവിടെ വെച്ച് കണ്ടതുപോലെ അല്ല. നല്ല പ്ലെയിൻ ആയിട്ടുള്ള സർഫസ്, നല്ല പ്ലെയിൻ ആയിട്ടുള്ള വഴി, അതിലൂടെയൊക്കെ നല്ലൊരു ഈസി ആയിട്ട് കയറി വന്നു. പാറക്കല്ലുകളൊന്നും വലിയ കാര്യമായിട്ടില്ല. ഇതിലൂടെയൊക്കെ ഇതിന് മാത്രം എന്നതാ നോക്കാനിരിക്കണേ എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമുണ്ട്. പിന്നെ ഓഫ് റോഡിങ് ഒക്കെ പോയിട്ടുള്ളവരും മലയങ്കാടും കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാകും ഓരോ സ്ഥലത്തിൻ്റെ ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ സ്ഥലം കിടക്കുന്നതെന്നുള്ളത് കേട്ടോ. എന്തായാലും പുള്ളിയും കയറി വരുന്നുണ്ട്, ജിതിൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നല്ലൊരു ട്രാക്ക് തപ്പി എടുത്തിട്ടുണ്ട്, പോയി നോക്കണം. കയറോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡേഞ്ചർ ആണോ അല്ലെങ്കിൽ നമ്മൾ സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കത്തുമില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും അത് നാളെ പറ്റുവാണെങ്കിൽ നാളെ സൺഡേ ആണല്ലോ, നാളെ തന്നെ ഒന്ന് പോയി നോക്കി അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കി നോക്കണം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാട്ടെ. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും കയറിയിരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഡ്രൈവ് കാര്യമായിട്ട് പോകാൻ തന്നെ പ്ലാൻ ചെയ്ത് നമ്മളിരിക്കും കേട്ടോ. ഉച്ച കയറ്റി നിർത്തിക്ക്. മതി, അവരായിക്കോട്ടെ. നേരെ ആക്കിയാ മതി. നേരെ തന്നെ പറഞ്ഞേ. വാ, അടിയൊന്നും ഇടിക്കില്ല, പൊക്കോ. പോട്ടെ. ഉത്സവത്തിനൊക്കെ ആനേനെ എഴുന്നള്ളിക്കുമ്പോൾ ഒരു തലയെടുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയല്ലേ അവനൊക്കെ കയറി വരുമ്പോഴത്തേനുള്ള ഒരു ഫീല്. എന്താലേ എൻ്റെ മോനെ, ഇത് നേരിട്ട് കാണാനൊക്കെ ഭയങ്കര സെറ്റപ്പാട്ടോ. ഒരു പ്രത്യേക രസമാണ് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കില്ല ഈ പരിപാടി. ഞാനെപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് മിസ്സാവുന്നൊരു കാര്യമായിട്ടോ. എനിക്ക് ബാക്കിയുള്ള വണ്ടി കിട്ടും, നമ്മുടെ ചെറുക്കൻ കയറി പോണതിൻ്റെ വീഡിയോ കിട്ടണില്ല. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ, നേരിട്ട് കാണുമ്പോഴുള്ള ഫീൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്കത് ഡ്രൈവ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യവും, അതാണ് വേറൊരു സംഭവം. എന്തായാലും ഓരോരുത്തർ കയറി വരുന്നുണ്ട്. ആരും മുന്നിലല്ല, ആരും പിന്നിലല്ല, എല്ലാവരും മുന്നിൽ തന്നെ കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ഡ്രൈവും കൂടെ പോകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ കാര്യമായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ നേരെ വഴിയുണ്ട്. എന്നാലും ചുമ്മാ നമ്മൾ ഇത് കൂട്ട് സ്ഥലങ്ങളിലേക്ക് ചെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ വഴി ഉണ്ടാക്കണമെന്നില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു മെയിനായിട്ട് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോഴത്തേനും ഓരോരുത്തർ സൈപ്പന്മാരൊക്കെ പോണ പോക്ക് കാണുമ്പോൾ നമുക്ക് കൊതിയാവും. എന്നാൽ അതുപോലെ പോകാൻ നമ്മുടെ നാട്ടിൽ സ്ഥലങ്ങളുണ്ടെങ്കിലും പലതും ഫോറസ്റ്റുകാരുടെ അടുത്താണ്. അവിടെ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഫോറസ്റ്റുകാർ വെക്കും, അല്ലെങ്കിൽ നാട്ടുകാർ ഓടിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഏരിയ അതിനുവേണ്ടി മാറ്റി അങ്ങിട്ടേക്കണം. ചുമ്മാ ഓടി നടന്ന് അർമാദിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ എൻ്റെ അടുത്ത് കിട്ടണം. പുഴുങ്ങിയ പഴം കൊണ്ട് ആരായിരുന്നു വന്നേ? കളയും ചെയ്തു. കഴിഞ്ഞാണ് പുഴുങ്ങിയ പഴം കൊണ്ടുവന്നായിരുന്നു. മറ്റേ ടീം ജിംനി പഴം പുഴുങ്ങിയത്. അച്ഛൻ്റെ ഒക്കെ മുഖം നോക്കി എന്നെ ഇഷ്ടപ്പെട്ടു നോക്ക്. എന്നാടാ നന്നായിട്ട് ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇനി മേളിലേക്ക് പോകലാന്ന് വെച്ചു. ജസ്റ്റ് അങ്ങനെ കറങ്ങി ഊരിയെടുക്കടാ. ഓഹ് കണ്ടു ചോസ് ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള പരിപാടി കേട്ടോ. കാണിച്ചു വെച്ചോ. എടാ സുഹയിലെ, നീ എന്നെ ബിരിയാണി എന്തൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നീ സാധനം മേടിച്ചില്ലല്ലോ. ഞാൻ ഉണ്ടാക്കാന്നല്ലേ നീ രാത്രി സെറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞേ.
പക്ഷെ നമ്മുടെ ബ്രെഡും ജാമും മിസ് ചെയ്യുന്നുണ്ട്. നമ്മ തോണ്ടി തൂത്തു വാരി ബ്രെഡും ജാമും ആയിരുന്നു ഓളം. എല്ലാവരും നല്ല തീറ്റ. അത് ക്രീമില്ലല്ലോ. മറ്റേ നമ്മുടെ മറ്റപ്പള്ളിയിലെ ക്രീം മറ്റപ്പള്ളി ഏതായിരുന്നു? അമ്പാടിയുടെ സൈഡിലുള്ള പപ്സും ഒരു 11 ടൈമിൽ എല്ലാരും ക്യാമറയിലേക്ക് പോസ്റ്റ് ചെയ്തോ. വീഡിയോ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു. മഴ പെയ്യാൻ വേണ്ടി പോകണം. എല്ലാരും ഓക്കെ അല്ലേ? അവിടെ മറ്റു സാധനം ഉണ്ട് ഇങ്ങനെ കാണിച്ച ഫോട്ടോ അതില്ലല്ലോ. അത് ഇത്രയും അറിഞ്ഞു എന്റെ റിവേഴ്സ് എടുത്തോ അങ്ങോട്ട്. മഴയാവണല്ലോ. ആ കുറ്റിയടിച്ച് വണ്ടി ഇറങ്ങിപ്പോയ സ്ഥലം കണ്ടപ്പോഴേക്കും എനിക്ക് കണ്ടപ്പോൾ അത്ഭുതം തോന്നിട്ടോ. കാരണം അവിടെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മറിയോ ഇല്ലയോ, ഫ്രണ്ട് പോയി കുത്തി ബാഗ് പൊങ്ങുമോ എന്നുള്ളൊരു ടെൻഷനിൽ നിന്നുകൊണ്ട് അവിടെ ഇറക്കിയ ഒരു സ്ഥലം കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ തീരെ ലെവല് സ്ഥലം. നമ്മൾ ഈ കാണിക്കണക്ക് വെറും മണ്ടത്തരം പോലെ തോന്നും. പക്ഷെ അതിന്റെയൊക്കെ ഡെപ്ത് ഞാൻ പണ്ട് വീഡിയോ തുടങ്ങിയ കാലം പോലെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് എനിക്ക് ആ താഴെ കാണാൻ മരത്തെ പോയിട്ട് വണ്ടിയുടെ സൈഡ് ഇടിച്ചിട്ട് ആ മൈക്ക സൈഡ് വശം കീറിപ്പോയിട്ടോ. അതൊക്കെ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കേസാണ്. മഴ പെയ്യുമ്പോൾ ഇപ്പോൾ അകത്ത് വെള്ളമാണെന്നുള്ള ഒറ്റ കേസേ ഉള്ളൂ. കണ്ടോ, അങ്ങോട്ട് ചേർന്ന് ഇറങ്ങുമ്പോൾ മരത്തിൻ്റെ കമ്പും ചില്ലയൊക്കെ നന്നായിട്ട് വണ്ടിയിലേക്ക് ചേർന്ന് വരും കേട്ടോ. അങ്ങനെ ചേർന്ന് വന്നിട്ടാണ് ആ സൈഡിലത്തെ മൈക്ക ബാക്ക് സൈഡിലത്തെ അതെൻ്റെ വണ്ടിയുടെ കീറി പോയിട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ സംഭവിക്കാൻ ഇരിക്കണതാ. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേനും നമ്മുടെ വണ്ടി അങ്ങനെ ഇറങ്ങി അത് കുറേ കമ്പും ചില്ലയൊക്കെ ഒടിച്ച് കളഞ്ഞത് കൊണ്ട് ഇപ്പോൾ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് സ്ക്രാച്ചും കരളും കുറച്ച് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. പോട്ടെ 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 പൊക്കോളും. പോട്ടെ 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 ബാക്കി പൊക്കോളും. പോട്ടെ 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 പൊക്കോളും പൊക്കോളും. ആ ഇനി ഫ്രണ്ട് ഇറങ്ങി പൊക്കോളും. സ്ട്രൈറ്റ് ഇറങ്ങി പൊക്കോട്ടോ.
പോട്ടെ പോട്ടെ. ആ ഫുള്ള് അടിച്ചു. ആ ഇനി റൈറ്റ് അടിച്ചോ. സ്ട്രൈറ്റ് പൊക്കോട്ടെ കേട്ടോ. പതുക്കെ പതുക്കെ. ആ പോട്ടെ പോട്ടെ. അവസാനത്തിൽ എടുത്താലോ? ഓ ഇതാലേ മറ്റേ വഴി. ആ വഴിയിൽ മാത്രം എടുത്തില്ല. കുറേ തവണ വന്ന് കണ്ട് ആ അറപ്പൊന്ന് വാങ്ങും. ഇവിടെ വെച്ച് നമ്മുടെ ജീപ്പ് ഇറങ്ങി പോണതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഇവിടെ വന്ന കുഴിയിൽ ഇറങ്ങിയതും ബാക്ക് പൊങ്ങി നല്ല രസമായിരുന്നു. പക്ഷേ എങ്കിൽ ക്യാമറാമാനായി നിന്ന് സുഹൈലി ബിൻ അബ്ദുൽ ഖാദർ അത് റെക്കോർഡിങ് ഓണാക്കാൻ മറന്നുപോയി. താഴെ എന്നിട്ട് കട്ട് ചെയ്തപ്പോഴേക്കുമാണ് റെക്കോർഡിങ് ഓൺ ആവണാവാൻ കാണുന്നത്. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എൻ്റെ അടുത്ത് കിട്ടിയില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ ഞാൻ സുഹൈലിനെ ശരിക്കും ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ടല്ലോ.
അപ്പോൾ നമ്മളങ്ങനെ നമ്മളിത് റോഡിലേക്ക് എത്തി. നമ്മൾ ഡ്രൈവെല്ലാം ഇന്നത്തെ ദിവസത്തെ ഡ്രൈവെല്ലാം തീർന്നു കഴിഞ്ഞു. ഈ ബീച്ചിൽ നാട്ടിലേക്ക് പോവാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇടി വെട്ടുന്നുണ്ടായിരുന്നു. എല്ലാം ഡ്രൈവ് ചെയ്ത സമയത്ത് നന്നായിട്ട് ഇടി വീഴുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും സേഫായിട്ട് നമ്മൾ റോഡിലേക്ക് എത്തി. ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അതുപോലെ തന്നെ നല്ല നല്ല സ്പോട്ടുകൾ, നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായിട്ടൊന്ന് എഴുതി അറിയിക്കണം കേട്ടോ. പിന്നെ മഴയും നനഞ്ഞുകൊണ്ടുള്ള ഡ്രൈവിൻ്റെ അപാര ഫീലായിരുന്നു. എന്തായാലും വേണ്ടില്ല, അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കും. വീണ്ടും കാണാം. അതുവരെയും ബൈ.